ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ഹൈക്കോടതിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ കത്ത് 2017 മുതലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, 2017 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. മറ്റു വിവരങ്ങൾ കൂടി. കെ.പി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശബരിമലയിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണം, ഒപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ C&AG പരിശോധിക്കണം, റിപ്പോർട്ട് പുറത്തുവിടണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചത്. ശബരിമലയിൽ അത്രയധികം ബി.ജെ.പി. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, അന്വേഷണം കൃത്യമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിരുന്നു ആ കത്ത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നിർണായകമായിട്ടുള്ള കത്ത് കൂടി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുള്ളത്. അത് 2017 മുതലുള്ള ശബരിമലയിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതാണ് ആവശ്യം. അതായത് 2017 മുതലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തങ്ങൾക്കടക്കമുള്ളവർക്ക് നൽകണമെന്നൊരു ആവശ്യം ആ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും ഹൈക്കോടതിക്കും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കുമാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകം ചില സെക്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കത്ത് ഇരുവർക്കും ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുള്ളത്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, അത് 2019 കാലത്താണ് പ്രധാനമായും ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലും ഇതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അടക്കമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ സ്വർണം ഉണ്ടായിരുന്നോ, സ്വർണം എങ്ങനെ ചെമ്പായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അതിൽ വെച്ചിട്ടായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഇനി ബി.ജെ.പി. കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 2017 മുതലുള്ള കണക്കുകൾ എന്ന് പറയുമ്പോൾ, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ 2025 വരെയുള്ള കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും, അതായത് മാറി മാറി വന്ന ഇടത് വലത് മുന്നണികൾ ഭരിച്ചിരുന്ന കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ അടക്കമുള്ളവർ ചുമതല വഹിക്കുകയും നിർണായകമായിട്ടുള്ള സ്വർണ്ണ തിരിമറി അടക്കം നടന്നിട്ടുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ അത് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ഗുരുതരമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇരുവർക്കും, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ഹൈക്കോടതിക്കും ഈ കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ മറുപടി ഏത് തരത്തിലായിരിക്കും ഇനി ലഭിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കത്തിന് മറുപടി ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിലും ശബരിമലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും C&AGയുടെ പരിധിയിലേക്ക് ശബരിമലയിലെ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുമൊക്കെ ഭക്തർക്കൊപ്പവും വിശ്വാസികൾക്കൊപ്പവും നിലകൊള്ളും എന്നുള്ളൊരു സമീപനം കൂടി ഈ ഘട്ടത്തിൽ ബി.ജെ.പി. സ്വീകരിക്കുകയാണ്. ഇവിടെ ഈ ആദ്യഘട്ടം മുതൽ തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ശക്തമായത്. അതായത് ഉന്നതർ അറിയാതെ ഇത്തരത്തിലുള്ളൊരു വലിയ ക്രമക്കേട്, വലിയ തട്ടിപ്പ് നടക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുള്ള ഒരു സ്പോൺസർ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടത്താൻ കഴിയില്ല. ഉന്നതരുടെ പങ്കാളിത്തം കൃത്യമാണ്, വ്യക്തമാണ്. അതുതന്നെയാണ് ജനം TV ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചത്. ബി.ജെ.പിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ശക്തമാക്കിയത്. ഇപ്പോഴിതാ ഓരോ ഘട്ടമായിട്ട് ഓരോ തെളിവുകൾ പുറത്തു വരികയാണ് ഉന്നതരിലേക്ക്. സുധീഷിലേക്കായാലും മുരാരി ബാബുലേക്കായാലും ഒടുവിൽ എൻ വാസുവിൻ്റെ പേരടക്കം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പി. ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കാൻ കഴിയില്ല, ഉന്നതർ കുടുങ്ങും. ഈ ഒരു ഘട്ടത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എത്രത്തോളം നിർണായകവുമാണല്ലേ? തീർച്ചയായും കെ.പി. അങ്ങനെ തന്നെയാണ്. കാരണം ഉന്നതരുടെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം പുറത്തു വരികയാണ്. അത് ചിലരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. SIT ഒരു മെല്ലെപ്പോക്കും ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കാതെയുള്ള ഒരു മൃദു സമീപനമൊക്കെ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഭക്തർക്കൊപ്പം നിലകൊണ്ടുകൊണ്ട്, വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആവശ്യം ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണമാണ് തുടക്കം മുതൽ തന്നെ ബി.ജെ.പി. ഇക്കാര്യത്തിൽ ആവശ്യം
ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം, അതായത് ആ നടപടികൾ വേഗത്തിലാക്കുന്നതിൻ്റെ ഒരു തുടർച്ചയെന്നോണം വേണം ഈ ഒരു നീക്കത്തെ ഇപ്പോൾ നമ്മൾ കാണാൻ. എന്തായാലും കഴിഞ്ഞ 2017 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ കൈകളിലേക്ക് വരികയാണെങ്കിൽ അത് നേരെ പോവുക മിക്കവാറും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അരികിലേക്കായിരിക്കും, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അരികിലേക്കായിരിക്കും. അതിലേതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളും ഗുരുതരമായിട്ടുള്ള പിഴവുകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള കാര്യത്തിലേക്കും സംഭവങ്ങളിലേക്കും ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും അന്വേഷണത്തിലേക്കും വഴിവെക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 2017 ശേഷം ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്, കവർച്ച നടന്നിട്ടുണ്ട്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത് പറയുന്ന അല്ലെങ്കിൽ അതടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയോടും BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാസ്റ്റർ കാണാതായതുപോലെ, രേഖകൾ കാണാതായതുപോലെ ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടും ഇല്ല എന്ന് പറയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സുരേഷ്. യെസ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.